കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ കേരള കോൺഗ്രസ് ബി അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യം തുടരുന്നു. പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കെടത്ത് അഴിമതിക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം പുലമൺ ടൌൺ വാർഡംഗം വി ഫിലിപ്പ് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജേക്കബ് വർഗീസ് വടക്കെടത്ത് രംഗത്ത് വന്നു. വി ഫിലിപ്പിന്റെ പ്രസ്താവന തെറ്റാണെന്നും ഇതുവരെ താൻ അഴിമതി നടത്തിയിട്ടില്ലെന്നും ജേക്കബ് വർഗീസ് വടക്കെടത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിഡന്റിന്റെ വാർഡായ തൃക്കണ്ണമംഗലിലെ മുട്ടമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന കുടുംബക്ഷേമ ഉപകേന്ദ്രം പഞ്ചായത്ത് അധികൃതർ പുലമൺ ടൌൺ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞയുടൻ ഇത് പൂട്ടിക്കാൻ പ്രസിഡന്റ് ശ്രമിച്ചതാണ് അസ്വാരസ്യങ്ങൾക്ക് വഴിയൊരുക്കിയത്. തന്റെ വാർഡിലെ കുടുംബക്ഷേമ ഉപകേന്ദ്രം തന്റെ അറിവോടെയല്ല പുലമൺ വാർഡിലേക്ക് മാറ്റിയതെന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും ജേക്കബ് വർഗീസ് വടക്കെടത്ത് പറഞ്ഞു. പുതിയ കേന്ദ്രം തുറക്കാൻ താൻ താക്കോൽ നൽകി എന്ന വി ഫിലിപ്പിന്റെ പ്രസ്താവന തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയോ പഞ്ചായത്ത് പ്രസിഡന്റോ അറിയാതെ ഈ സംഗതി നമ്മുടെ ഫയർ സ്റ്റേഷന്റെ പ്രസ്ഥാനത്തിലോട്ട് മാറ്റി സ്ഥാപിച്ച് പഞ്ചായത്ത് പോലും താക്കോൽ കൊടുക്കാത്ത ആ പ്രസ്ഥാനത്തിന് കൂട്ടില്ലാതെ കിടന്ന മുറിക്കാത്ത തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം, യാതൊരു അനുമതിയില്ല. പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് പോലുമില്ല, പഞ്ചായത്ത് അറിഞ്ഞിട്ടുമില്ല. ഞാനത് പൂട്ടിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വി ഫിലിപ്പിന്റെ വാർഡിൽ 50 ലക്ഷം രൂപയുടെ വികസനങ്ങളാണ് 2 വർഷത്തിനിടെ നടത്തിയതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. റോഡ് നവീകരണം, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, ആട്ടിൻകുട്ടി വിതരണം, ഗൃഹനിർമ്മാണം, വളം വിതരണം എന്നിങ്ങനെ പലതും ചെയ്തു. താൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് തന്നാൽ രാജിവെക്കാമെന്നും ജേക്കബ് വർഗീസ് വടക്കെടത്ത് പറഞ്ഞു. എന്റെ വീട് ഇന്നും ഒരു 50-55 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ്. അതിനകത്ത് ഞാൻ ഒരു മുറി പോലും ഇതുവരെ പണിഞ്ഞിട്ടില്ല. എന്റെ അപ്പനും അമ്മയും ഉണ്ടാക്കിയ വീടാണ്. ഈ സത്യാവസ്ഥ അറിയാൻ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞാൻ ലക്ഷങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് അറിയാവുന്നവർക്ക് മാത്രമേ എന്നെ പറ്റി അഴിമതി പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.